രാജവല്ലി, അത് ശരി. കൂട്ടിനാളെ കിട്ടിയപ്പോ കൂടെ വന്ന എന്നെ രാജവല്ലി മറന്നു അല്ലേ? രാജവല്ലി ഞാൻ അനുപമ. ഏതായാലും ഒളിച്ചോടാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. എന്താ സാറേ, നാട്ടുക്ക് പുറപ്പെട്ടാച്ചാ? പെട്ടെന്ന് പുറപ്പെട്, ട്രെയിൻ മിസ്സായിടും. നീ വാ രാജവല്ലി. പൂച്ച மாதிரி இருந்துகிட்டு ஆனைக்கு அலுவா கொடுக்குறியா? அலுவா பிடிச்ச கட்டிக்கிட அவனை.
ഇടത്തുപെട്ട് വലത്തുപെട്ട് മറച്ചുപെട്ട് മറിച്ചുപെട്ട് நீ ஏண்டா கஷ்டப்படுற? தாலி கட்டி முடிச்சதும் ஃபர்ஸ்ட் நைட் வேற இருக்குது. உடம்ப அழட்டிக்காத. டேய், முகூர்த்த நேரம் முடிகிற வரைக்கும் அந்த மூலையை இழுத்து கட்டுங்கடா. நீ ராஜவல்லி. ஐயரே, நான் ரொம்ப கடவுள் பக்தி உள்ளவன். அதனாலதான் பொண்ணு மாப்பிள்ளை இங்க கூட்டு வந்திருக்கிறேன். டேய், தாலிய கட்டுறா. பூபதி, இந்த முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்னு சொன்னேன். நீ சொன்ன மாதிரியே நடக்க போகுது. ஆனா நீ நினைச்ச மாதிரி இல்ல. ஏன் தெரியுமா? இந்த முத்தச்சி உண்மையான கடவுள் பக்தி உள்ளவ. அசோதா, கட்டுடா தாலிய. അങ്ങനെ ഒരുത്തന്റെ ഓസ് താലി വാങ്ങിച്ച് കെട്ടേണ്ട ഗതികേട് എന്റെ അളിയന് വന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ ഇത് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നടത്തണം. താലിങ്ങ കൗണ്ടറേ, നിങ്ങളുടെ മോന് പറ്റിയ ഒരിടം നോക്കി എളുപ്പം കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ താലിയും പൊക്കി പിടിച്ച് ഇനിയും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കേണ്ടി വരും. புரியலையா? உங்க பையனுக்கு நல்ல ஒரு இடம் பார்த்து கல்யாணம் செய்து தொலையுங்க. അളിയാ, ഇതാ താലി കെട്ട്. കെട്ടളിയാ. மதி மதி, ഫ്ലൈറ്റിന് സമയമായി, വേവാട്ടെ. அம்மாவுக்கு நம்ம எல்லாம் விட்டு போறதுக்கே மனசு வரல. കഥയിലെ കത്തി വേഷക്കാരിയായ കഥാപാത്രം രംഗം വിടുന്നു. ഈ ഒഴിവുകാലം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാലം ഒത്തിരി കഴിഞ്ഞ് കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ആവുമ്പോ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം കള്ള രാജകുമാരിയുടെ വേഷം കിട്ടിയ ഈ ആന്റിയുടെ കഥ. നീ അവധി കിട്ടുമ്പോഴൊക്കെ വരണം. வக்கீலே, குழந்தைய கொண்டு போய் அவங்க அம்மா கிட்ட விட்டுட்டு சீக்கிரமா வரிല്ലേ? അയ്യോ, മുത്തശ്ശിക്ക് ഇപ്പൊ എല്ലാരും ആയില്ലേ. ഞാൻ കുറച്ചു നാൾ കുടുംബത്തോടൊപ്പം താമസിച്ച് അമേരിക്കയ്ക്കും ചുറ്റിക്കണ്ടിട്ട് വരാം. അടുത്ത തവണ വരുമ്പോത് കൂട്ടിനൊരാളും കൂടി വേണം. മുത്തശ്ശി പറഞ്ഞ ശരിയാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോ സ്വന്തം കാര്യം മറക്കണ്ട. ഇനിയിപ്പോ ഒരാളെ തിരഞ്ഞെടുക്കാൻ നാടകങ്ങളി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിലെ കഥാപാത്രങ്ങളാവാം. അത് ശരിയാ. അപ്പഴേ, നീ വന്നേ. മല്ലന്റെ കാലി കല്ലിട്ട കാര്യം ഞാൻ പറയട്ടെ. എന്താ ഒരു രഹസ്യം? അമേരിക്കയിലേക്ക് ഞങ്ങൾ അളിയന്മാരും കൂടി വരണമെന്ന് പറഞ്ഞതാ.